വയനാട്ടിൽ റിസോർട്ടിൽ പണം പിരിക്കാനെത്തിയ മാവോയിസ്റ്റും തണ്ടർബോൾട്ടുമായി ഏറ്റുമുട്ടൽ വൈത്തിരി ലക്കിടിയിലെ ഉപവൻ റിസോർട്ടിലെ സമീപത്താണ് വെടിവെപ്പ് ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി വിവരം. ഒരാൾ കൊല്ലപ്പെട്ടു. വിശദമായ വിവരങ്ങളുമായി സോലിക് ചേരുന്നു. ഇപ്പോഴും തിരച്ചിൽ പ്രദേശത്ത് തുടരുകയാണോ? പോലീസിന്റെ ഉന്നതതല യോഗം ചേർന്നു എന്നാണ് വിവരം. പോലീസ് എന്തൊക്കെ സ്ഥിരീകരണങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്? പിടിക്കപ്പെട്ട ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് സോലി? നിർബൻ, ഇന്നലെ രാത്രി 8 മണിയോടെയാണ് വയനാട് വൈത്തിരി റിസോർട്ടിന് സമീപം ഏറ്റുമുട്ടലുണ്ടായത്. പോലീസും മാവോയിസ്റ്റുകളും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. റിസോർട്ടിലെത്തി 10 പേർക്ക് ഭക്ഷണം ആവശ്യപ്പെടുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെയുള്ള താമസക്കാരെ ബന്ദിയാക്കാനുള്ള ശ്രമം നടത്തി. ഇതേ തുടർന്ന് റിസോർട്ട് അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഇതിനുശേഷം പോലീസ് എത്തിയതോടുകൂടെ മാവോയിസ്റ്റുകൾ ഇവർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. തണ്ടർബോൾട്ടും പോലീസും എത്തിയതോടെ മാവോയിസ്റ്റുകൾ ചിതറിയോടി. ഈ നേരിട്ടുള്ള വെടിവെപ്പിലാണ് മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ മരിച്ചത്. കബനി ദളത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് CP ജലീലായിരുന്നു. മലപ്പുറം പാണ്ടിക്കാട് അരീക്കോട് സ്വദേശിയാണ് ജലീൽ. ഏറെ നാളായി മാവോയിസ്റ്റ് പ്രസ്ഥാനവുമായി വളരെ അടുപ്പമുള്ള, പ്രത്യേകിച്ച് പശ്ചിമഘട്ട വനമേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് CP ജലീൽ. വിക്രം ഗൌഡയും CP ജലീലും ഒരുമിച്ചായിരുന്നു കേരളത്തിലെ അക്രമ സംഭവങ്ങളും അതോടൊപ്പം അവരുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും എല്ലാം ഏകോപിപ്പിച്ചിരുന്നത്. നിലമ്പൂരിലെ വെടിവെപ്പിന് ശേഷം രക്തസാക്ഷി അനുസ്മരണം നടത്തിയത് CP ജലീലിന്റെ നേതൃത്വത്തിലായിരുന്നു. ജലീലും സംഘവുമാണ് ഇന്നലെ വയനാട് റിസോർട്ടിലെത്തി ആളുകളെ ബന്ദിയാക്കാൻ ശ്രമിച്ചത്. ഏതായാലും ഇന്നലെ പുലർച്ചെ വരെ ഏറ്റുമുട്ടൽ തുടർന്നു. രാത്രി ഏറെ വൈകിയും കാട്ടിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ നാളായി ഈ മേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പശ്ചിമഘട്ട മേഖലയിൽ കർണാടകയിലേക്കും അതോടൊപ്പം തമിഴ്നാട്ടിലേക്കും കടക്കാവുന്ന 3 സംസ്ഥാനങ്ങളുടെയും അതിർത്തി പങ്കിടുന്ന ഈ ഭാഗത്ത് വലിയ തോതിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സൗകര്യം കൂടി പരിഗണിച്ച് 3 ദളങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് പല അക്രമ സംഭവങ്ങളും ആസൂത്രണം ചെയ്തത്. നമുക്കറിയാം, നിലമ്പൂരിലെല്ലാം സ്ഥിരമായി വീടുകളിൽ എത്തുകയും ജനവാസ മേഖലയിലേക്ക് വരികയും ആദിവാസികൾക്കിടയിലും മറ്റും തോക്ക് ധരിച്ച് എത്തി പോസ്റ്ററുകൾ പതിക്കുകയും ഭക്ഷണ വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലീസ് സാന്നിധ്യവും ശക്തിപ്പെടുത്തിയിരുന്നു. ഇതിൽ ഉള്ള പ്രകോപനമാണ് വൈത്തിരി റിസോർട്ടിലേക്ക് കടന്നു കയറാനുണ്ടായ സാഹചര്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യ മേഖലയിലെല്ലാം തന്നെ വലിയ തോതിൽ പോലീസിനെയും തണ്ടർബോൾട്ട് സംഘത്തെയും എല്ലാം വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. ഉന്നതതല യോഗം ചേരുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പോലീസ് സുരക്ഷ ബന്ദോബസ്താക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കൂടുതൽ പേർക്ക് വെടിയേറ്റിട്ടുണ്ടോ അതല്ലെങ്കിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നതെല്ലാം പരിശോധിച്ചു വരികയാണ്. CP ജലീലിന്റെ മൃതദേഹം മാത്രമാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അരീക്കോട്ടെ CP ജലീലിന്റെ വസതിയിലും ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ മേഖലയിൽ മാവോയിസ്റ്റ് സ്വാധീന മേഖലയിലെല്ലാം കനത്ത സുരക്ഷ പോത്തുകല്ല് ഭാഗത്തെല്ലാം പോലീസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ സാന്നിധ്യം നമുക്ക് പശ്ചിമഘട്ട മേഖലയോട് ചേർന്നുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിർബൻ, സോലി, കാര്യങ്ങൾ വ്യക്തമാണ്. വയനാട്ടിലെ വൈത്തിരിയിൽ റിസോർട്ട് കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു.
വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ സോലിക് നൽകിയത്. പ്രദേശത്ത് ശക്തമായ തിരച്ചിൽ പോലീസ് നടത്തുകയാണ്. പ്രത്യേക പോലീസ് സേനയും അവിടെ എത്തി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സംഘം കാട്ടിലേക്കാണ് മടങ്ങിയത്, അവിടെ തന്നെ ഈ സംഘം കേന്ദ്രീകരിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തണ്ടർ ബോൾട്ടുമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടൽ നടത്തിയത്. പ്രത്യേക പോലീസിന്റെ ഉന്നതതല യോഗവും രാവിലെ കഴിഞ്ഞിരുന്നു. മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവരം. അനൂപ് ചേരുന്നു. അനൂപ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം, ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഉപവൻ റിസോർട്ടിലെ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടു എന്നതാണ്. ഇത് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും തമിഴ്നാട് ക്യൂബാൻഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ CP ജലീൽ എന്ന മാവോയിസ്റ്റ് നേതാവാണ് കഴിഞ്ഞ ദിവസം നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം. CPI മാവോയിസ്റ്റ് PLGA ഡോക്യുമെന്റേഷൻ എക്സ്പെർട്ട് എന്നാണ് പോലീസ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഈ മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ എന്നയാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം. എന്നാൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിന് ശേഷമേ വ്യക്തമാകൂ. കാരണം കണ്ണൂർ റേഞ്ച് IG സ്ഥലം സന്ദർശിക്കുന്നുണ്ട്, ബൽറാം കുമാർ ഉപാധ്യായ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം മറ്റ് വിവിധ സേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ലക്കിടിയിൽ ഈ പ്രദേശം സന്ദർശിക്കുകയാണ്. ഈ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ സബ് കളക്ടറിന്റെ നേതൃത്വത്തിൽ വയനാട് RDO ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പുരോഗമിക്കുകയാണ്. ഇവിടെ ഈ പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഈ സുഗന്ധഗിരി മേഖലയിൽ തമ്പടിച്ചിരുന്ന കൂടുതൽ മാവോയിസ്റ്റ് സംഘങ്ങൾ ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് വരുന്നത്. ഈ റിസോർട്ടിന് സമീപത്ത് വലിയ വനമേഖലയാണ്. സുഗന്ധഗിരി, പ്രിയദർശിനി തുടങ്ങിയ ആദിവാസി മേഖലകളുള്ള വലിയ വനമേഖലയാണ് ഇതിന്റെ പിൻവശം. അതുകൊണ്ട് തന്നെ ഈ കാടുകളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാക്രമണമോ മറ്റോ തുടർന്നും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കൂട്ടിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ വലിയ പരിശോധനകൾ ഇപ്പോഴും പോലീസ് അണ്ടർപോൾ സംഘങ്ങൾ തുടരുകയാണ്. നേരത്തെ 4 പേരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടി ഈ റിസോർട്ടിലെത്തുന്നത്. ഇവിടെ പണം ആവശ്യപ്പെട്ടെത്തിയ ഇവരെ കുറിച്ചുള്ള വിവരം പോലീസിലേക്ക് കൈമാറുന്നത് റിസോർട്ടിൽ ജീവനക്കാരാണ്. തുടർന്നാണ് പോലീസ് അണ്ടർപോൾ സംഘങ്ങൾ സ്ഥലത്തെത്തിയത്. ഈ ഒരു സ്ഥലത്തെത്തിയോടുകൂടി മാവോയിസ്റ്റ് സംഘം പോലീസ് അണ്ടർപോൾ സംഘത്തിന് നിരോധിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രത്യാക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ അവർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് ഇദ്ദേഹത്തിന്റെ മൃതശരീരം റിസോർട്ടിന് സമീപത്ത് ഏറ്റുമുട്ടലുണ്ടായതിന് സമീപത്ത് കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ കാണപ്പെട്ടത്. ഇത് CP ജലീലാണെന്നുള്ള വിവരം ഏതാണ്ട് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ അനൂപ്, കാര്യങ്ങൾ വ്യക്തമാണ്. വയനാട്ടിൽ നടന്ന മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് വയനാട്ടിൽ നിന്ന് തന്നെ അനൂപ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകാം. വയനാട്ടിൽ മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് വെടിവെപ്പുണ്ടായ ലക്കിടിയിൽ മാസങ്ങളായി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. നിരന്തരമായി എത്തുന്ന സായുധ സംഘങ്ങൾ സൃഷ്ടിക്കുന്ന ഭീതിയിലായിരുന്നു മേഖല. സമീപത്തെ സുഗന്ധഗിരി, പ്രിയദർശിനി കോളനികളിൽ തോക്കേന്തി മാവോയിസ്റ്റുകൾ സംഘങ്ങളായി എത്തുന്നത് പതിവായിരുന്നു എന്നും പോലീസ് ഔട്ട്പോസ്റ്റ്, ഇതിന്റെ തുടർന്നാണ് പോലീസ് ആ പ്രദേശത്ത് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിച്ചത്. സഹായമായി ലഭിച്ച ആഹാര സാധനങ്ങളടക്കം മാവോയിസ്റ്റ് സംഘങ്ങൾ എടുത്തുകൊണ്ടുപോയ സംഭവം പ്രദേശവാസികൾ പരാതിപ്പെട്ട മേഖലയാണ് ലക്കിടിക്ക് സമീപത്തെ സുഗന്ധഗിരി. ഇവിടെയുള്ള ആദിവാസി കോളനികളിൽ സ്ഥിരമായി സായുധ സംഘങ്ങളെത്തി ആഹാര സാധനങ്ങളടക്കം ശേഖരിച്ചു മടക്കുന്നത് പതിവായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തണ്ടർബോൾട്ട് പോലീസ് സംഘങ്ങളുടെ നിരന്തര നിരീക്ഷണത്തിലുമാണ് പ്രദേശം. ദിവസങ്ങൾക്ക് മുൻപ് പ്രിയദർശിനി കോളനിയിലും 4 അംഗ സായുധ സംഘമെത്തി. 2 കൂട്ടുകാർ ഒരു ദിവസം കൂടിയിട്ട് ഒരു മീറ്റിംഗ് പോലെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അത്ര തന്നെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. പിന്നെ അവസാന ഘട്ടത്തിൽ പോകാൻ നേരത്തെ അരിയുണ്ടോ, കുറച്ച് അരി വേണം. ഞാൻ 1 കിലോ അരി കൊടുത്തു. പിന്നെ കറി വെക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ കറി വെക്കാനൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ 10 മണിക്കൂറിൽ പോയി. അവർ പോയത് ഈ കാട്ടു വൈക്കൂല, ഇല്ല കയറിപ്പോയത്. ഒരു ആണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അത് 2 പെണ്ണും ഒരാണും. കഴിഞ്ഞ സെപ്റ്റംബറിൽ പൂക്കോട് വെറ്ററിനറി കോളേജിന്റെ കവാടത്തിൽ ദേശീയപാതക്കരികിൽ മാവോയിസ്റ്റുകൾ എത്തി പോസ്റ്ററുകൾ പതിച്ചിരുന്നു. പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിച്ചതോടെ സുഗന്ധഗിരിയിൽ പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി. ഇതിനിടെയാണ് ലക്കിടിയിൽ വെടിവെപ്പുണ്ടാവുന്നത്. വൈത്തിരിയിലെ ഉപവൻ റിസോർട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന വിവരമറിഞ്ഞെത്തിയ പോലീസിന് നേരെ മാവോയിസ്റ്റുകൾ നിറയൊഴിച്ചതോടെ
പോലീസും വെടിയുതിർക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം പ്രതി മാർട്ടിൻ സമർപ്പിച്ച ഹർജി തള്ളി. ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞതാണെന്നും ഹർജിക്കാരന്റെ ആവശ്യത്തിൽ ഇടപെടാൻ ആകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ വിചാരണ വൈകിപ്പിക്കുന്നത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. ചാക്കിലെ പൂച്ച പുറത്തു ചാടിയെന്നും കോടതി വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് കേസിന്റെ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. റഫേൽ ഇടപാടിൽ മോദിക്കെതിരെ അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി. മോദിയുടെ സമാന്തര ഇടപെടൽ അനിൽ അംബാനിക്ക് വേണ്ടിയാണെന്നും റഫേൽ രേഖകൾ കളവ് പോയെന്ന കേന്ദ്രത്തിന്റെ വിശദീകരണത്തോടെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്നും രാഹുൽ. 2 करोड़ युवाओं का रोजगार गायब हो गया, किसानों को सही दाम गायब हो गया, 15 लाख रुपए का जो वायदा था, पैसा जो बैंक अकाउंट में आना था वो गायब हो गया, किसानों के बीमा का पैसा गायब हो गया, नोटबंदी और जीएसटी में कारोबार गायब हो गया, ढोकलाम गायब हो गया, और राफेल की जो പുതിയ തെളിവുകൾ പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ മോദി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നടത്തിയ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് സന്തോഷ് സെർലിംഗ് ചേരുന്നു. എന്തൊക്കെയാണ് രാഹുലിന്റെ കടുത്ത വിമർശനങ്ങൾ? മോദി സർക്കാരിനെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് പുതിയ ദേശീയ ദിനപത്രത്തിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ ആരോപണത്തിലേക്ക് രാഹുൽ ഗാന്ധി കടന്നിരിക്കുന്നു. അതായത് നേരത്തെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒളിയമ്പായി ആയിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു എങ്കിൽ ഇപ്പോൾ നേരിട്ട് മോദിയെ തന്നെ രാഹുൽ ഗാന്ധി ആക്രമിക്കുന്ന സ്ഥിതിയാണ്. വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി ഈ മോദിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത്. സർക്കാരിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു ദേശീയ ദിനപത്രം തന്നെയാണ് നേരത്തെ ഈ തെളിവുകൾ പുറത്തുവിട്ടത്. നേരത്തെ സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ തെളിവുകൾ വ്യാജമാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് രാഹുൽ ഗാന്ധി ശക്തമായി മോദിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സന്തോഷ്? നിർബൻ, ഇന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിന്റെ സുപ്രീം കോടതി വാദത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, റഫേലിൽ പുറത്തു വന്ന രേഖകളെല്ലാം സത്യമാണ് എന്ന് സമ്മതിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ആ രേഖകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതാകട്ടെ നരേന്ദ്രമോദി സമാന്തരമായി ഈ കരാറിൽ ഇടപെട്ടു, അങ്ങനെ കരാർ വൈകിപ്പിച്ചു, കരാറിന്റെ വിലയും കൂട്ടി. അപ്പോൾ ഇതിനി നരേന്ദ്രമോദി മറുപടി പറയണം. നിലവിൽ രേഖകൾ കാണാനില്ല എന്ന് പറയുന്നത് പോലും മോദിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പിന്നെ സീതാറാം യെച്ചൂരി ട്വീറ്റ് ചെയ്തത്, നിലവിൽ വ്യോമസേനയുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. റഫേൽ ഇല്ലെങ്കിൽ കേന്ദ്രസേനയുടെ പ്രതിരോധം ശുഷ്കമായി പോകും എന്ന അറ്റോർണി ജനറൽ വാദം തന്നെ അതിന് തെളിവാണ്. സേനയും സൈനികരെയും ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് സീതാറാം യെച്ചൂരി ഇതിനിടയിൽ വിമർശിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എഡിറ്റേഴ്സ് ഗിൽഡിന്റെ ഭാഗത്തു നിന്നാണ്. അല്പസമയം മുമ്പ് എഡിറ്റേഴ്സ് ഗിൽഡ് കേന്ദ്ര സർക്കാരിനെ അപലപിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഹിന്ദു ദിനപത്രത്തിനെയും റഫേൽ രേഖകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം നടപടിയെടുക്കും എന്ന കേന്ദ്ര സർക്കാർ നിലപാട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഇപ്പോൾ എഡിറ്റേഴ്സ് ഗിൽഡ് വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ഇന്നലെ റഫാലിൽ നടന്ന വാദപ്രതിവാദങ്ങൾ. നിർവൻ. സന്തോഷ്, വിവരങ്ങൾ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെയുള്ള കടുത്ത രാഹുൽ ഗാന്ധിയുടെ വിമർശനം സംബന്ധിച്ച വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. UDFന്റെ കർഷക സമരങ്ങൾ തട്ടിപ്പെന്ന് മന്ത്രി VS സുനിൽകുമാർ. ഭരണത്തിലിരിക്കെ ഒന്നും ചെയ്യാത്തവരാണ് UDF. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ സമരവുമായി ഇറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും മന്ത്രി. ആത്മഹത്യകളുടെ എണ്ണം
8 or 9 പേരുടെ ആത്മഹത്യയുടെ കണക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കണക്കുകളും റിപ്പോർട്ടുകളും ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മളൊരു ഇത് കാർഷിക ആത്മഹത്യയാണോ കർഷക കടം കൊണ്ട് ആത്മഹത്യയാണോ എന്നുള്ളത് ഞങ്ങൾ ലെൻസ് വെച്ച് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം നാച്ചുറൽ കലാമിറ്റിയുടെ പ്രശ്നമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കോൺസിക്വൻസ് ആണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതിൽ കർഷകരുണ്ട്. ഇടുക്കി ജില്ലയിലെ പ്രളയാനന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും കാർഷിക വായ്പകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായുള്ള ഉന്നതതല യോഗം തൊടുപുഴയിൽ ആരംഭിച്ചു. കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജില്ലയിലെ MLAമാർ, കൃഷി ഡയറക്ടർ, റവന്യൂ റിക്കവറി വിഭാഗം ഉദ്യോഗസ്ഥർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം ജില്ലാ സഹകരണ ബാങ്ക്, കാർഷിക ഗ്രാമവികസന ബാങ്ക് തുടങ്ങിയവയുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ജില്ലാതല ബാങ്കേഴ്സ് സമിതിയുമായി മന്ത്രി പ്രത്യേകം ചർച്ച നടത്തും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്കേഴ്സ് യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. കശ്മീരിലെ ഹന്ദ്വാരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ വെടിവയ്പ്. സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ഭീകരർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ലോക്പാലിന്റെയും ചെയർപേഴ്സണിന്റെയും അംഗങ്ങളുടെയും പേരുകളും പരസ്യമാക്കാനായി സെലക്ഷൻ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്ന് പ്രശാന്ത് ഭൂഷണിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ അധ്യക്ഷതയുള്ള സമിതി ലോക്പാൽ നിയമത്തിനായുള്ള 3 പാനൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. ലോക്പാൽ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണെന്നും ആദ്യ പാനലെന്നും നോൺ ജുഡീഷ്യൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനാണ് അടുത്ത 2 സമിതികളെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. ഫെബ്രുവരി 28-ന് പാനലുകൾ സംബന്ധിച്ച ശുപാർശ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നും അറ്റോർണി ജനറൽ സെലക്ഷൻ പാനൽ ഇനി എന്ന് ചേരുമെന്ന് അടുത്ത 10 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് കേന്ദ്രത്തിന് പ്രത്യേക നിർദ്ദേശം നൽകി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ ആരംഭിച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് യോഗത്തിൽ പ്രധാന അജണ്ട. ഇന്നലെ 20-ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. നാളെ നടക്കുന്ന LDF യോഗത്തിന് ശേഷം മറ്റന്നാൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPM ഒരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ തീരുമാനിക്കാനും മത്സരിക്കുന്ന സീറ്റുകളും ചർച്ച ചെയ്യാൻ വിളിച്ച CPI ദേശീയ നിർവാഹക സമിതി യോഗം ഇന്ന് അവസാനിക്കും. കേരളത്തിലെ സ്ഥാനാർത്ഥികളുടേത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി പട്ടികകൾക്കും യോഗം ഇന്ന് അംഗീകാരം നൽകും. BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന സഖ്യങ്ങളും ധാരണകളും രൂപീകരിക്കുന്നത് സംബന്ധിച്ചാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. വിവിധ സംസ്ഥാനങ്ങളിൽ മതേതര കക്ഷികളുമായി സഖ്യമുണ്ടാക്കാനാണ് ആലോചന. ഇത് സാധിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇടതുമുന്നണിയായി മത്സരിക്കാനും തീരുമാനിക്കും. Arrangements with some secular parties, if not all over the country, in some states where it is possible to have between the CPI, left and other secular parties. In the states where this is not possible, the left parties will fight. സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യവും ഇന്നും നാളെയുമായി നടക്കുന്ന യോഗം ചർച്ച ചെയ്യും. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ സംസ്ഥാന കമ്മിറ്റികളോട് സ്ഥാനാർത്ഥി പട്ടിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടികയ്ക്ക് യോഗം അംഗീകാരം നൽകും. കേരളത്തിലെ 4 സീറ്റുകളിലേക്ക് സംസ്ഥാന കമ്മിറ്റി നൽകിയ പട്ടികയും എതിർപ്പുകളില്ലാതെ അംഗീകരിക്കും. JNU മുൻ വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷൻ കന്നയ്യകുമാർ ബീഹാറിലെ ബെഗുസരായ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിലും തീരുമാനമുണ്ടാകും. ജില്ലാ കമ്മിറ്റി കന്നയ്യയുടെ പേര് ശുപാർശ ചെയ്തതായി സുധാകർ റെഡ്ഡി സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം എടപ്പാൾ വെങ്ങിണിക്കരയിലെ ക്ഷേത്രഭൂമിയിൽ നിന്ന് അനധികൃതമായി മരം മുറിച്ച് കടത്താൻ ശ്രമിച്ചതായി പരാതി. ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്ര കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയാണ് ക്ഷേത്രഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചത്. എടപ്പാളിന് സമീപം വെങ്ങിണിക്കരയിലെ കൊടലിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നാണ് മരം കടത്താൻ ശ്രമിച്ചത്. 1.5 ഏക്കറോളം ഭൂമിയിൽ നിന്നായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന 27 മരങ്ങൾ മുറിച്ചു. ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്ര കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയായിരുന്നു മരമുറി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്ര ജീവനക്കാരൻ പോലീസിലും ദേവസ്വം ഓഫീസിലും പരാതിപ്പെട്ടതോടെയാണ് മരം കടത്താനുള്ള നീക്കം പൊളിഞ്ഞത്. അപ്പോൾ ഇതിന്റെ ദേവസ്വത്തിൻ്റെതായ സ്ഥലത്തെ മരങ്ങൾ വെട്ടാൻ അധികാരം നൽകുന്നത് ദേവസ്വം ബോർഡാണ്.
ദേവസ്വം ബോർഡിന്റെ യാതൊരു പെർമിഷനും ഇതില്ല. അതുപോലെ ക്ഷേത്ര കമ്മിറ്റി കാര്യം അറിഞ്ഞിട്ടില്ല. ഇത് വളരെ രഹസ്യമായിട്ട് ആരൊക്കെയായിട്ട് ചെയ്തുള്ള ഡീല് പ്രകാരം പദ്ധതിയിട്ട മരം വെട്ടാണത്. ഇതിനു മുമ്പും ഇതുപോലെ ഇതിൽ നിന്ന് മരങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെ വെട്ടിപ്പോയിട്ടുണ്ട്. അതൊന്നും അന്ന് ആരും പരാതിപ്പെടാനോ ഇല്ലാത്ത കാരണം അത് എല്ലാം അങ്ങനെ അവഗണിക്ക് പോകാനുണ്ടായത്. ദേവസ്വം ഉദ്യോഗസ്ഥരും ചങ്ങരംകുളം പോലീസും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. എന്നാൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ കയ്യേറ്റക്കാർക്ക് വ്യാജരേഖ നൽകിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ അന്വേഷണം നേരിടുന്നവരാണ് മരമുറിക്ക് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. ക്ഷേത്രം സംരക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയവർ കയ്യേറ്റക്കാർക്കൊപ്പം നിൽക്കുന്നതിൽ വിശ്വാസികളും അമ്പരപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.